guys, welcome back to my channel Living it with Vishu Gary. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന്. നമ്മുടെ ട്രോപ്പിക്കൽ ഹെവൻ ആയിട്ടുള്ള ഇന്തോനേഷ്യയുടെ ഒരു പാർട്ടായിട്ടുള്ള ബാലിയിലാണ് ഞാനുള്ളത്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്നലെയാണ് ഞാനിവിടെ എത്തിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24 hours ആയി. പക്ഷേ ഇന്നലെ ഒന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്ലേസ് ആൻഡ് എവറിത്തിങ്. ഇന്നിപ്പോൾ ഞാനൊരു ആക്ടിവിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഉലുവാറ്റു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ടെമ്പിളും അതുപോലെ തന്നെ അവിടെ ഒരു കെച്ചക് ഫയർ ഡാൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് അധികം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ചങ്കു എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പലരും കുറ്റ എന്ന് പറഞ്ഞ സ്ഥലം നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെമിനിയ, ഉബൂദ്. എനിക്ക് ഉബൂദ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ കുറേ റൈസ് പാഡി ടെറസ് ഫീൽഡ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ അത് ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ലൈക്ക് ഇപ്പോഴത്തെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ്. ഇത് ഭയങ്കര എന്താ പറയുക, എനിക്കൊന്ന് ഇന്ത്യൻ ക്രൗഡൊക്കെ വളരെ കുറവായിട്ടുള്ള സ്ഥലമാണ്. കൂടുതലും ലൈക്കിനോ ബാക്ക് പാക്കേഴ്സും അങ്ങനെ ലൈക്കിനോ സോളോ ട്രാവലേഴ്സൊക്കെ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ്. ആൻഡ് അപ്പോൾ എനിക്ക് ഈ ഒരു ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഒരു ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബീച്ച് ക്ലബ്സും പബ്സും അങ്ങനെ കുറേ ഭയങ്കര തിരക്കുള്ള കുറേ സ്ഥലങ്ങളുള്ളൊരു ഏരിയ ആണ്. എന്നാൽ ദിസ് ഇസ് ലൈക്ക് സെൻട്രൽ. സോ ഇറ്റ്സ് ഈസി ടു ആക്സസ് ദ അതർ പ്ലേസസ് ആസ് വെൽ. സോ അതുകൊണ്ടാണ് ഞാൻ ചങ്കു ബീച്ച് പ്രിഫർ ചെയ്തത്. ആൻഡ് ഐ എം സ്റ്റേയിങ് ഇൻ എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി കോൾഡ് ത്രൈവ് ലിവ് ലൈഫ് ഹോട്ടൽ. സോ ഇതൊരു എന്താ പറയുക, ഭയങ്കര ബോഹോ തീമിൽ ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഒരു ടൂർ പിന്നെ എന്തായാലും കാണിക്കാം. വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ആർ ബാലി ട്രാവൽ സീരീസ്. സോ എല്ലാവരും ഫോളോ ചെയ്യുക. എനിക്ക് മാക്സിമം ഇവിടെ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ഞാൻ ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. അപ്പോൾ നമ്മുടെ ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ജേർണിയുടെ ആ ഒരു ഇനിഷ്യൽ പാർട്ടും കൂടെ ഒന്ന് കാണാം. കൊച്ചിൻ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു മിഡ് നൈറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ മെലിൻഡോ അല്ല, ഇപ്പോൾ അത് ബട്ടി കെയർ ആണ്. അപ്പോൾ ബട്ടി കെയറിൻ്റെ ഒരു ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നത്. പിന്നെ എന്താ പറയുക, ഫ്ലൈറ്റ് ഒരു ഹൊറിബിൾ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് കുഴപ്പം ആസ് ഇൻ എയർക്രാഫ്റ്റിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, എക്സ്ട്രീം ടർബുലൻസ് ആയിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഞാൻ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ വേഴ്സ്റ്റ് ടർബുലൻസ് ആയിരുന്നു. തുടങ്ങി അവസാനിക്കുന്ന വരെയും ഭയങ്കര എന്താ പറയുക, ഒട്ടും പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. ഒരു പോയിന്റിലൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം ടർബുലൻസ് ആയിരുന്നു. എനിക്കൊന്ന് മലേഷ്യ എത്താറായപ്പോഴാണ് കുറച്ചൊന്ന് പീസ്ഫുൾ ആയത്. അപ്പോൾ മലേഷ്യ വഴിയാണ് നമുക്ക് ബാലിയിലേക്കുള്ള കണക്ഷൻ. മലേഷ്യയിൽ എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 7 to 8 hours ലേ ഓവർ ഉണ്ട്. ഏകദേശം ഈ ഒരു അവസ്ഥയിലായിരുന്നു ഫുൾ ഫ്ലൈറ്റും. അങ്ങനെ മലേഷ്യ എത്തിയിട്ടുണ്ട്. എൻ്റെ നെക്സ്റ്റ് ഗേറ്റൊന്നും ഇതുവരെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ലായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ലോഞ്ചിലേക്ക് പോകാം. അതുവരെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഏർലി മോർണിംഗ് ആണ്. അപ്പം ഏകദേശം ഒരു 7:30, 8 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക, നമ്മളുടെ ലോഞ്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ എയർപോർട്ടിൽ ലോഞ്ച് നേരത്തെയും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ അന്ന് വന്ന ആ സെയിം ലോഞ്ച് തന്നെയാണ്. പക്ഷേ ഏകദേശം അതുപോലെയൊക്കെ തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ഭയങ്കര പുതിയ ഇൻറ്റീരിയേഴ്സൊക്കെയാണ്.
നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കംഫർട്ടബിളായിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനൊക്കെ പറ്റി. അത്യാവശ്യം വലിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ ബാലിയുടെ. ബാലി ധൻപസാർ എയർപോർട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹോളിഡേ മൂഡിലാണ്. പിന്നെ നമ്മളിങ്ങനത്തെ ഒരു ഐലൻഡിൽ വരുമ്പോൾ സാധാരണ ചെറിയ എയർപോർട്ടാണല്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, നല്ല വലിയൊരു എയർപോർട്ടാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വിസ ഓൺ അറൈവലിൻ്റെ ഫോർമാലിറ്റീസാണ്. നമുക്ക് ഈ വിസ ഓപ്ഷനുണ്ട്, അതുപോലെ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ ഓപ്ഷനും ഉണ്ട്. ഞാൻ വിസ ഓൺ അറൈവൽ ഓപ്ഷനാണ് എടുത്തത്. നമുക്ക് ഇത് എന്താ പറയുക, ഇവിടെ വന്ന് കുറച്ച് നേരം ക്യൂവിൽ നിൽക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് ചീപ്പർ ദാൻ ഈ വിസ. അത് മാത്രമല്ല, നമ്മൾക്ക് ഇപ്പം കുറച്ച് ദിവസത്തെ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഓൺലൈൻ ഫോർമാലിറ്റീസൊക്കെ ചെയ്യണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഒരു വാലിഡ് പാസ്പോർട്ടും അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സും പിന്നെ നമ്മളുടെ ഹോട്ടൽ കൺഫർമേഷനും മാത്രം മതി. പിന്നെ നമ്മളുടെ കറൻസി ഒന്ന് USD ഒക്കെ ക്യാരി ചെയ്യാം, അല്ലെങ്കിൽ ലോക്കൽ കറൻസി ക്യാരി ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വേണം. പെട്ടെന്ന് തന്നെ നമ്മുടെ വിസ ഓൺ അറൈവലിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ക്ലിയർ ചെയ്തു. എന്നെ പിക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിൽ നിന്ന് ഒരു വണ്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാർബക്സിൽ കയറി കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളുടെ കാറിൽ പോവാണ് കേട്ടോ. അപ്പോൾ ബാലിയുടെ ഈ മെയിൻ സിറ്റി ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല ഡെവലപ്ഡ് ആണ്. ശരിക്കും എന്താ പറയുക, ഒരു കുഞ്ഞ് ഐലൻഡൊന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു ശരിക്കും നല്ല വലിയ സിറ്റിയൊക്കെ ഉള്ള ഒരു ഐലൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് ചങ്കു ബീച്ച് എന്ന് പറഞ്ഞ ഏരിയ ആണ്. ഞാനിവിടെയാണ് ചൂസ് ചെയ്തത് സ്റ്റേക്ക്. ത്രൈവ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ഇത്. ഭയങ്കര എന്താ പറയുക, കുറച്ച് ബാക്ക് പാക്കേഴ്സും സോളോ ട്രാവലേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന, ഇവിടെ ഡോർമിറ്ററിയും അതുപോലെ തന്നെ റൂംസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള. അപ്പം ഞാൻ ആദ്യം നമ്മൾക്ക് ഒരു എന്താ പറയുക ചീപ്പ് ട്രിപ്പ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഡോമിറ്ററി ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ മിക്സഡ് ഡോമിറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽസ് മാത്രം ഉള്ള ഡോമിറ്ററി ഉണ്ട്. അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കൊരു എന്താ പറയുക, ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തത് കാരണം എനിക്കൊരു എന്തോ പോലെ. അപ്പം അത് കാരണം ഞാൻ ഒരു റൂം തന്നെയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് എ വെരി എക്സ്പെൻസീവ് പ്രോപ്പർട്ടി. ഭയങ്കര ചീപ്പെന്നും പറയാൻ പറ്റില്ല, മീഡിയോക്കർ. ഓക്കെ, സോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ്. ഇതിൻ്റെ നല്ലൊരു പ്രോപ്പർ റൂം ടൂർ ഞാൻ നാളെ ചെയ്യാം.
This is like a private bathroom right from the room, and a lot of details. ഇങ്ങനൊരു ബാത്ത് ടബാണിത് നമ്മൾക്ക് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ റൂമിന് വേണ്ടിയിട്ട്. Look at this. Open shower. Look at the details. ഒത്തിരി വൈകിയത് കാരണം ഞാൻ പുറത്തൊന്നും കഴിക്കാനായിട്ട് പോകുന്നില്ല. ആക്ച്വലി നമ്മുടെ ഈ ഏരിയയിൽ ഒത്തിരി നല്ല റെസ്റ്റോറൻറ്റ്സും കാഫേസും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല കിടിലം മൊയ്ത്തോയും അതുപോലെ തന്നെ നല്ല സ്റ്റേക്കും ആയിരുന്നു. നല്ല വെൽ ഡൺ ആയിട്ടുള്ള സ്റ്റേക്കായിരുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് മോർണിംഗ് ഇൻ ബാലി. അപ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ടാണ് എണീറ്റത്. ലൈക്ക് ഇന്നലെ ഉറങ്ങിയപ്പോഴൊക്കെ ലേറ്റായല്ലോ. അപ്പം ഇനിയിപ്പം ഒന്ന് ഷവർ ചെയ്ത് റെഡിയായി പുറത്തേക്ക് പോകണം. ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ കോമൺ ഏരിയ. എന്ത് ബ്രൈറ്റ് ആൻഡ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് നോക്കിക്കേ. What are you gonna do today? No, I think I have an idea. We are going to Uluwatu Temple, right? Okay, so basically your program today is we're going to the south of Bali to go to Uluwatu Temple. Okay. Go to Uluwatu Temple and watching the dance, right? Right. The Kecak dance, right? Kecak dance, yes. The dance is taken from Ramayana story. Ramayana. Yeah. Okay. So, are you Hindu? Yes, I From am. India, right? From India, yes. Which city you from? I'm from Cochin. Cochin. Yeah. Kochi. It's in Kerala. Oh, near Kerala. Yeah, very similar to Bali. Okay. A bit hot also? Huh? A bit hot also? No, it's been raining for some time. Oh, raining? It's Okay. monsoon. Monsoon, there. rainy season. Yeah. Bali Raining now almost dry every day. season, no? Bali It's dry? Okay. Yeah. It rains here? Rainy season in between November till April. Okay. But now should be dry. But sometimes Uh-huh. the weather change. Yeah. Okay. Can be rain a bit, but not that little bit. Alright, okay. But it's humid. Very high. Yeah. Very high humidity. Yeah. Okay. So from here to Uluwatu Temple, depending the traffic. Yeah, More or less. Is it like peak season or around the year it's like this for you? This is a peak season. Peak season, right. Can be around the year like this, Uh-huh. but in peak season, like in between June, July, August, September, Okay. this is the highest one. Get that, A bit yeah. more Okay. than the other month. Yeah. Right. നമ്മളിപ്പോൾ പോകുന്നത് ഉലുവാറ്റു ടെമ്പിളിലാണ്. അവിടെ കെച്ചക് ഫയർ ഡാൻസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ് ഇവിടുത്തെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ എനിക്കത് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാനത് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചില ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ട് കേട്ടോ. ആസ് യു നോ, ലൈക്ക് ബാലി എന്ന് പറയുന്നത് ബാലിയിൽ കൂടുതൽ ആൾക്കാരും ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ലൈക്ക് രാമായണം, നമ്മളുടെ തന്നെ രാമായണം പക്ഷേ വേറൊരു രീതിയിലൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ കെച്ചക് ഡാൻസിലും രാമായണമാണ് അവർ സ്റ്റോറിയായിട്ട് കാണിക്കുന്നത്. പോകുന്ന വഴിക്ക് നമ്മളുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബാലിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, കൊപ്പി ലുവാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം ഒരു കോഫിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൾട്ടിവേഷൻ അതെങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കോഫി പ്ലാന്റേഷനിൽ വന്നേക്കുകയാണ്. Because they have good instinct and good smelling, so they know which one is good coffee. And then here we have the coffee tree also. This is the coffee tree. In here we grow two type of coffee. We have Arabica and Robusta. This is the type of the Robusta coffee, and this one is Arabica coffee. And the animal they are in Arabica coffee because Arabica is more sweet than the Robusta. And actually the Arabica is better than the Robusta also. And later I'm gonna show you how it look like the animal, and I will show you how it process the food become coffee.
So we go this way, please. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കൊപ്പി ലുവാക്ക്, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതിൻ്റെ എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു ആനിമലിൻ്റെ നമ്മളുടെ പൂപ്പുണ്ടല്ലോ, അതിൽ നിന്ന് എടുക്കുന്ന എന്നുവെച്ചാൽ അത് കഴിച്ച കോഫി ബീൻസ് നിന്ന് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കോഫിയാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ടേസ്റ്റിയസ്റ്റ് എന്നാണ് പറയുന്നത്, ഹെൽത്തിയസ്റ്റ് ആൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള. They live in the wild, but here we put in the cage because they are aggressive animals. We can buy. And normally in here we just give 1 week and then we let them free in the plantation. But now this one still have babies, so we just give in the cage for look after the baby. They eat banana, they eat papaya also. It's not only coffee. We wash by hot water. We wash 3 times to make no bacteria. And then after that we dry it under the sun and become like this. It's already clean. And like I told you, the coffee cherries, they have 3 skin. The animal only eat the first skin. The second skin is look like this. You peel it one by one. This one second skin. And this is the third skin. The white one, we wash it again until become like this actually. After we got a clean coffee bean like this, we are roasting and become like this. This is finally product after we ground it. You smell it? Our stomach. ലോ കാഫീൻ, റൈറ്റ്? Yes, it's low coffee. ഇതാണ് ആ പൂപ്പ് കേട്ടോ. എന്നുവെച്ചാൽ ലുവാക്കിൻ്റെ പൂപ്പിൽ നിന്ന് എടുക്കുന്ന കോഫി ബീൻസാണിത്. അത് പ്രോസസ്സ് ചെയ്ത് ഈ ഒരു ഫോമിലാക്കും. എന്നിട്ടാണത് ഈ ഇറ്റ് സ്മെൽസ് റിയലി നൈസ്. This is flour, this is for the tea, ginger, turmeric also, and lemongrass. So all of them for the tea. മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ, സോ ഇതിൽ നിന്ന് അവർ ടീ ഉണ്ടാക്കും. അതുപോലെ നമ്മളുടെ ഹൈബിസ്കസ്, ചെമ്പരത്തി, അതിൻ്റെ ഉണ്ട്, ടർമറിക് ഉണ്ട്, മഞ്ഞൾ, പിന്നെ ലെമൺ ഗ്രാസ്. സോ ഇതിൻ്റെയൊക്കെ ടീ നമ്മളിപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഹായ്, നൈസ് പ്ലേസ്, താങ്ക് യു ഫോർ ബ്രിങ്ങിങ് മീ ഹിയർ. യെസ്, എറ്റി റൈറ്റ്? എറ്റി. സോ എറ്റിയാണ് എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. ആക്ച്വലി ഐ വാസ് നോട്ട് സപ്പോസ് ടു കം ഹിയർ, പക്ഷേ യാ, നൈസ് പ്ലേസ്. Yes, please. Okay, so later on, Yes, please do join in. it's okay, fine. Later on, this all they give you for free tasting. Right? Okay. These are all the product from the local coffee, Bali, coconut flavor coffee, Different vanilla, types of- and yes. everything here. Yes, This yes. came with the. അപ്പോൾ ഇവിടെ ഇങ്ങനെ മങ്കിയുടെ അറ്റാക്കൊക്കെ ഒത്തിരി ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ പോകുന്ന ആ ടെമ്പിളിൽ. അപ്പോൾ അത് കാരണം അവിടേക്ക് നമ്മൾ ഫുഡോ അല്ലെങ്കിൽ സൺഗ്ലാസസ്, കയ്യിൽ ക്യാമറ, ഇതൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എന്നാണ് പറഞ്ഞത്. അറ്റാക്ക് ചെയ്യും അവർ ഈ ഫുഡിന്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ആളിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് ഈ സാധനം തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കണം. കുറച്ച് നാൾ മുമ്പ് വൈഷ്ണവും അഞ്ജുവും അവരെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെ വന്നപ്പം ഇതുപോലൊരു അറ്റാക്ക് അവരുടെ ഒരു ഫ്രണ്ടിന് നേരിടേണ്ടി വന്നു. സോ ഇറ്റ്സ് നോട്ട് വെരി സിമ്പിൾ. സോ അപ്പോൾ അവിടേക്ക് നമുക്ക് ക്യാമറയായിട്ട് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളുടെ ആ കച്ചാക്ക് ഡാൻസ് പെർഫോമൻസ് അതെന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് പറ്റുള്ളൂ. ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. സോ അത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കോഫി ടീ ടേസ്റ്റിംഗ് ഒക്കെയാണ്. നമ്മളുടെ ഫേമസ് കോപ്പി ലുവാക്ക്. ഓക്കെ, സോ ഇതെന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇതൊക്കെ ഇങ്ങനെ ഒരു അസോർട്ടഡ് ട്രേ ഓഫ് ടീ ആണ്. Different types of tea, right? And this banana chips. Okay. So in here we have 16 different type of coffee and tea. Okay. And to know which one is which, you just need to follow this picture. All of them I put in order. Oh, okay. Start from here, we have Bali coffee. Bali coffee. Okay. Bali coffee, and then go down for coconut coffee, vanilla coffee, ginger coffee, and ginseng coffee, the last one. Okay. Ginseng, right? Ginseng, yeah. Yes, I have tried that in Korea. It's In good. South in Seoul. Yeah, I had gone to a ginseng museum and
You Yes. can get the root there. Yeah. It's a good one in Korean. And then we have the tea here. In the middle, start from mangosteen tea, ginger tea, lemon tea, lemongrass tea, and herbal tea. That's from the turmeric. Yeah, turmeric. And then in this line, we have chocolate, Bali cacao, mochaccino, rosella tea or hibiscus. This is durian coffee. And the next Durian. Yeah, this The durian fruit. Yes, from the durian Oh, നമ്മുടെ ഡ്യൂറിയൻ ഫ്രൂട്ട് എന്നുള്ള കോഫിയാണ്. How And does the it next smell? is avocado coffee. Avocado. Coffee. Okay. And the last one is butterfly pea tea. Butterfly. Oh, this one. Yeah, നമ്മുടെ the blue ശംഖു flower. പുഷ്പം. Yeah. Yeah, we call it ശംഖു പുഷ്പം. Yeah, used in temples for Oh, you puja. have that one. Yeah. So that അതാണ് ഇത്. Only Bali coffee with Luwak coffee, no sugar. The rest is already sweet. Oh, okay. And later, if you're interested about the coffee and tea, you can buy also. We have a store here. Sure. Okay, so Which is enjoy your best coffee. pick from this? The best one, that one. And then in the regular, this is the best seller. The lemongrass, lemon tea, mangosteen is here. Oh, mangosteen. Mangosteen is this one. This is Yes. hibiscus, right? There's a hibiscus. Okay. Yes. All right. Great. So, Thank you so much. enjoy your Okay. coffee. Thank you. You're welcome. അപ്പോൾ നമ്മൾ ഉലുവാറ്റു ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് എന്താ പറയുക ഷോർട്ട്സോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സസോ അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സാരംഗ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഈ ഒരു ലുങ്കി പോലത്തെ സാധനം ഉണ്ടല്ലോ, ആ ഒരു വയലറ്റ് കളർ, അതിടേണ്ടി വരും. അപ്പോൾ ഞാൻ ലോങ് പാൻറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ സാരംഗ് ഇടണ്ട, പക്ഷേ അതിന് പകരം നമ്മൾ ഇങ്ങനെ ഒരു ഹിപ്പിലൊരു ഓറഞ്ച് കളർ ബെൽറ്റ്, അതവരുടെ കസ്റ്റമാണ് കേട്ടോ. ലൈക്ക് ആ ടെമ്പിളിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മളിത് വെയർ ചെയ്യണം എന്നുള്ളൊരു കസ്റ്റമുണ്ട്. അപ്പോൾ അതെല്ലാവരും ചെയ്യുന്നുണ്ട്. Temple, Okay. but the temple is not big. It's a small temple on the cliff, on the edges of the cliff. Yeah. Okay. So the cliff height is approximately around 80 to 100 meter. The temple was built approximately around 11th century. 11th century. This Okay. means around 1000 years already. Yeah. Okay. The person who built the first time this temple we call Empu Kuturan. Okay. Empu Kuturan is spiritual or holy person from ഇവിടെ ഇങ്ങനെ മങ്കീസിൻ്റെ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. സൺഗ്ലാസസും അതുപോലെ തന്നെ ബോട്ടിൽസും ഒക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഓഫർ ചെയ്യണം. അത് ഗൈഡ് വന്ന് എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അവർ സാധനം തിരിച്ചു തരും. പിന്നെ ഇതേ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മങ്കീസ് എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്ത ഓരോരുത്തരുടെ സ്പെക്സും ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. ഇവിടുത്തെ സൺസെറ്റൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ ക്ലിഫിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി. ഇനി ഇവിടുന്ന് നമ്മളൊരു ഓൾമോസ്റ്റ് 80 സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ആ ഒരു ആംഫി തിയേറ്ററിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ടെമ്പിളിൻ്റെ, നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റിന് പ്രവേശനം ഇല്ല. അപ്പോൾ നമുക്കിവിടെ നിന്നിങ്ങനെ, ഇതാണ് ഇവരുടെ ഒരു സിമ്പിൾ ഓഫ് എന്താ പറയുക ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ഗേറ്റ്സ് നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഒരു കെച്ചക് ഡാൻസ് കാണാനായിട്ട്. എന്തായാലും വന്നപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. പിന്നീട് വന്നവർക്കൊക്കെ ഇങ്ങനെ ബാക്കിലൊക്കെ നിൽക്കേണ്ടി വന്നു. രാമായണത്തിലെ പല പല സിറ്റുവേഷൻസ് കാണിക്കുന്ന ഒരു ഡാൻസ് ഡ്രാമ പോലത്തെ ഒരു പെർഫോമൻസ് ആണിത്. അപ്പോൾ ഇതിനകത്ത് രാമനും സീതയൊക്കെ അവരുടെ വേർഷൻ, ഇന്തോനേഷ്യയുടെ അവരുടെ വേർഷനിലാണ് നമുക്ക് കാണാൻ കഴിയുക. Ramayana. With the prince of the Ayodhya kingdom named Srirama, was a good Devi Sita, was never.
ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറും റിച്വൽസും ഒക്കെ ഉള്ളൊരു ട്രഡീഷനാണ് ഇവരുടെ. അതുപോലെ തന്നെ ഈ പെർഫോമൻസിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കും സിംഗിങ്ങും ഒക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഓഡിയൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ രാമായണത്തിലെ ക്യാരക്ടേഴ്സാണ് കേട്ടോ. രാമനും സീതയും ലക്ഷ്മണനും, അതുപോലെ തന്നെ പിന്നീട് ഹനുമാൻ വരുന്നുണ്ട്, രാവണൻ വരുന്നുണ്ട്, പിന്നെ എന്തോ ലങ്കാദഹനം പോലത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് സ്റ്റോറി മനസ്സിലായില്ല, എന്നാലും നമ്മുടെ രാമായണത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണെന്നുള്ളത് പിടികിട്ടി. ഹനുമാന്റെ ലങ്കാദഹനമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ്. സൺസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പിങ്ക് സ്കൈ ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കെച്ചക് ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജിംബാരൻ ബേ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബീച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു ബീച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല സീ ഫുഡ്, അടിപൊളി ഒരു ക്രാബിൻ്റെ ഒരു ഗ്രേവിയും വൈറ്റ് റൈസും അതുപോലെ സ്പിനച്ചും ഒക്കെ ഉള്ളൊരു മീലാണ്. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് ഫസ്റ്റ് വീഡിയോ ഓഫ് അവർ ബാലി ട്രാവൽ സീരീസ്. Keep watching, stay tuned. Subscribe ചെയ്യാത്ത ആൾക്കാരൊക്കെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. Take care and bye.